إن الحمد لله حمدا كثيرا طيبا مباركا فيه الصلاة والسلام على رسوله الأنبياء والمرسلين وعلى من اتبعهم بإحسان إلى يوم الدين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت إليه أنيب. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികൾ, ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും പ്രപഞ്ചനാഥനും സർവനിയന്താവുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായിക്കൊണ്ട് മുത്തഖിയായി മുഅ്മിനായി മുവഹ്ഹിദായി ജീവിച്ചു മരിക്കുവാൻ നാഥൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു വിശ്വാസി എന്ന നിലയിൽ പരമാവധി എപ്പോഴും അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ നോക്കി ജീവിക്കുന്നവരാണ് നമ്മൾ. അനിഷ്ടകരമായതൊന്നും വെറുക്കപ്പെട്ടതൊന്നും നിഷിദ്ധമായത് ഹറാമായത് എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്ന് ആഗ്രഹിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നവരുമാണ് നമ്മൾ. നമ്മിൽ പല ആളുകളുടെയും നമ്മോടൊപ്പം ജീവിച്ചിരിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികളുടെ ഒക്കെ ധാരണ എന്ന് പറഞ്ഞാൽ അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ എന്റെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. അവരതിന് കാരണമായി പറയാറുള്ളത്, ഞാൻ മദ്യപിക്കുന്നില്ല, ഞാൻ ശിർക്ക് ചെയ്യുന്നില്ല, ഞാൻ ബിദ്അത്തുകൾ ചെയ്യുന്നില്ല, അള്ളാഹുവിനെ നിഷേധിക്കുന്നില്ല, വ്യഭിചരിക്കുന്നില്ല, ആരുടെയും ഒന്നും പിടിച്ചു പറിക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്യുന്നില്ല എന്നൊക്കെയാണ്. എന്നാൽ ഇത് മാത്രമാണോ മോശപ്പെട്ട കാര്യങ്ങൾ? ഇത് മാത്രമാണോ ഹറാമുകൾ? ഇത് മാത്രമാണോ അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങൾ എന്ന് നോക്കിയാൽ അല്ല. ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്. അള്ളാഹു വെറുക്കുന്ന നിഷിദ്ധമാക്കിയ ഒരുപാട് ദുസ്വഭാവങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രാർത്ഥനകൾ നമ്മെ പഠിപ്പിച്ച കൂട്ടത്തിൽ
നമ്മെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്, പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാ. അല്ലാഹുവേ, മോശപ്പെട്ട ദുസ്വഭാവങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ്. മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നൊക്കെ നിന്നോട് രക്ഷ തേടുന്നു റബ്ബേ. വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ ഹുവാ എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമ്മളെ ചില ദുസ്വഭാവങ്ങളെ പറ്റി പഠിപ്പിച്ചു. 3 കാര്യങ്ങളാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ എണ്ണി പറഞ്ഞത്. ഇന്നല്ലാഹ കരിഹ ലക്കും സലാസ. 3 കാര്യങ്ങൾ അല്ലാഹു നിങ്ങളിൽ വെറുക്കുന്ന ദുസ്വഭാവങ്ങളാണ്. അതിലൊന്ന് ഖീല വഖാല, രണ്ടാമതായി പറഞ്ഞത് വഇളാഅത്തുൽ മാൽ, മൂന്നാമത്തേത് വകസ്റത്തുസ് സുആൽ. 3 സുപരിചിതമായ സംഗതികളാണ്. വെറുക്കപ്പെട്ട 3 കാര്യങ്ങളായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പഠിപ്പിച്ചതിൽ ഒന്ന് ഖീല വഖാല, കണ്ടതും കേട്ടതും അങ്ങനെ പറഞ്ഞു നടക്കുക എന്നുള്ളതാണ്. ഞാൻ കണ്ടതും ഞാൻ കേട്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു നടക്കുക. നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം, നമ്മുടെ കുടുംബത്തിലെ കുറെ കാര്യങ്ങൾ അറിയാം, നമ്മുടെ നാട്ടുകാരെ പറ്റി കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാം. പക്ഷെ അതിലെല്ലാം നമ്മൾ എല്ലാവരോടും ഷെയർ ചെയ്യേണ്ടതാണോ, പറയേണ്ടതാണോ? ആലോചിച്ച് നോക്കിയാൽ അല്ല. പലരും അറിയേണ്ടതല്ല, അതിൽ പലതും നമ്മൾ പറയേണ്ടതും അല്ല. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, കഫാ ബിൽ മർഇ ഇസ്മൻ, ഒരു മനുഷ്യന് തെറ്റുകൾ ഏറാൻ, തെറ്റുകൾ പറ്റാൻ ഇത് മാത്രം മതി. എന്നിട്ട് ബാക്കി ഇങ്ങനെയാണ് പറയുന്നത്, അയാൾ കേട്ട കാര്യങ്ങൾ മുഴുവൻ പറയുക. എന്തൊക്കെയാണോ അയാൾ കേൾക്കുന്നത് അതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ തന്നെ ഒരാൾക്ക് കുറ്റങ്ങൾ ഏറാൻ അത് മതി. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. നമ്മൾ പറയുന്ന കുറെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളെല്ലാം പറയേണ്ടതുണ്ടോ? പറയുന്നത് സത്യമാണോ? പക്ഷെ എല്ലാ സത്യവും പറയേണ്ടതുണ്ടോ? എല്ലാ സത്യവും പറയേണ്ടതുണ്ടോ? എനിക്കറിയുന്ന എന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ, രഹസ്യങ്ങൾ, ആരും പറയരുതേ എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ, സുഹൃത്തുക്കളുടെ കുറെ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യേണ്ടതുണ്ടോ? എല്ലാവരോടും പറയേണ്ടതുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. ഖീല വഖാല, കണ്ടതും കേട്ടതും പറയുന്നത് വെറുക്കപ്പെട്ട ഒരു സ്വഭാവമായിട്ടാണ് ഇസ്ലാം ഗണിക്കുന്നത് എന്നാണ്. വിശിഷ്യ സഹോദരിമാർ, അല്ലെ, നമ്മുടെ സഹോദരിമാർ കുറെ കൂടെ സമയം കിട്ടുന്നത് അവർക്കൊക്കെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ സാധാരണ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത അയൽവാസിയിലേക്ക് ഇറങ്ങും, ബന്ധുക്കളിലേക്ക് ഇറങ്ങും, നാട്ടുകാരിലേക്ക് ഇറങ്ങും. അങ്ങനെ പറഞ്ഞു കുറെ ആളുകളെ പറ്റി പറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പറയുന്നത് മോശപ്പെട്ട സ്വഭാവമാണ്. സൂറത്തുൻ നൂർ 15-ാമത്തെ വചനം ഞാൻ ആമുഖമായി ഓതി വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم. നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് അത് ഏറ്റു പറയുകയും നിങ്ങൾക്ക് ഒരു വിവരവുമില്ലാത്തത് നിങ്ങളുടെ വായ് കൊണ്ട് മൊഴിയുകയും ചെയ്തിരുന്ന സന്ദർഭം നിങ്ങൾ അതിനൊരു നിസ്സാര കാര്യമായിട്ടാണ് നിങ്ങൾ കരുതുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ അത് ഗുരുതരമായ തെറ്റാണ് എന്നുള്ളതാണ്. ആയിഷ ബീവിയുമായി ബന്ധപ്പെട്ട് ഒരു അപവാദ പ്രചരണം നടന്ന സന്ദർഭവുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്തിൽ കാണാൻ കഴിയുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഇതിങ്ങനെ തട്ടിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, കുറച്ച് കേട്ടതും അതുപോലെ തന്നെ പകുതി കേട്ടതും അർദ്ധസത്യങ്ങളും ഒക്കെ പലപ്പോഴും നമ്മൾ പങ്കുവെക്കുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ മഴക്കാലങ്ങൾ കൂടെ ആകുമ്പോലെ കുറെ വാർത്തകൾ വരാറുണ്ട്, ഇഷ്ടം പോലെ. പ്രളയ സമയത്ത് ധാരാളം വാർത്തകൾ വരാറുണ്ട്. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും അതിന് വാർത്താ പ്രാധാന്യം കിട്ടാനും ആളുകൾ വായിക്കാനും വെറുതെ ഫേക്ക് ആക്കാനും കുറച്ചുകൂടെ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാങ്ക് ആക്കാനും ഒക്കെ വേണ്ടിയിട്ട്, അല്ലെ, എല്ലാത്തിന്റെയും അർത്ഥം ഒന്നാണ്, പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ പടച്ചുവിടുന്ന വാർത്തകൾ, രസിക്കാൻ വേണ്ടിയിട്ട് പടച്ചുവിടുന്ന വാർത്തകൾ, ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പടച്ചുവിടുന്ന വാർത്തകൾ, അങ്ങനെയുണ്ട്.
അല്ലെ? 4 ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുമ്പോ അതിന് എല്ലാരും ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് കളവ് പറയാം. റസൂൽ വളരെ കണിശമായി വിരോധിച്ച ഒരു സംഗതിയാണ്. ആളുകളെ രസിപ്പിക്കാൻ കളവ് പറയുന്നവന് നാശം, വൈലുൻ എന്നാണ് ഹദീസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അവന് നാശം, നശിക്കട്ടെ. അപ്പൊ ഇങ്ങനെ നമ്മൾ കേട്ടതെല്ലാം, കണ്ടതും കേട്ടതും എല്ലായിടത്തും പറയുന്നത് ദുസ്വഭാവമായിട്ടാണ് കാണുന്നത്. വലാ തഖൂലന്ന ബിഅൽസിനതികും, അല്ലേ? ഇനി അത് മാത്രമല്ല, ചില ആളുകൾ പിന്നെ മതത്തിന്റെ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നവർ വരെ ഉണ്ട്. വളരെ നിശിതമായിട്ടാണ് അതിനൊക്കെ വിമർശിച്ചത്. ഇസ്ലാം വിമർശിക്കുകയാണ്. വലാ തഖൂലന്ന ബിഅൽസിനതികും ഹാദാ ഹലാലുൻ വഹാദാ ഹറാം. നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് ഇങ്ങനെ അതൊക്കെ ഹലാലല്ലേ, ചെയ്തോ, ഇതൊക്കെ ഹറാമാണ്, ചെയ്യരുതേ, ഇങ്ങനെ മതത്തിന്റെ വിഷയത്തിൽ ഫത്വ പറയാ. പഠിക്കാത്ത ആളുകൾ ഫത്വകൾ കൊടുക്കുക, അല്ലെ? ഹറാമാണ്, ഇത് ഹലാലാണ്. ഇങ്ങനെ അങ്ങനെ ദീനിന്റെ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ മുഴുവൻ പഠിക്കാതെ, മുഴുവൻ കേൾക്കാതെ, കേട്ടതിൽ പാതി കേൾക്കാത്ത പാതിയായിട്ട് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഗുരുതരമായ തെറ്റാണ്. അള്ളാഹു വെറുക്കുന്ന ഒരു പാപമാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ദീനിനെ സംബന്ധിച്ചും അള്ളാഹിനെ സംബന്ധിച്ചും ആവുമ്പോൾ കുറച്ചുകൂടെ അതിന്റെ ഗൗരവം കൂടുന്നു എന്നുള്ളതാണ്, അല്ലെ? അറിയാത്തത് പറയരുത്, അപകടകരമാണ്. നോക്കിയ സൂറത്തുൽ അഅറാഫിന്റെ 33-ാമത്തെ ആയത്തിൽ കാണാം, ഖുൽ ഇന്നമാ ഹറമ റബ്ബി അൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബത്വൻ. പറയുക നബിയെ, എന്റെ രക്ഷിതാവ് നിഷിദ്ധമാക്കിയിട്ടുള്ളത് എന്തൊക്കെയാണ്? അൽ ഫവാഹിഷ, നീചവൃത്തികൾ, അല്ലേ? എല്ലാം അല്ലാഹു നിഷിദ്ധമാക്കി. മാ ളഹറ മിൻഹാ വമാ ബത്വൻ, പ്രത്യക്ഷമായതും പരോക്ഷമായതുമെല്ലാം അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്. വൽ ഇസ്മ, അധർമ്മങ്ങളെല്ലാം നിഷിദ്ധമാണ്. വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്, ന്യായം കൂടാതെയുള്ള കയ്യേറ്റങ്ങളെ അല്ലാഹു നിഷിദ്ധമാക്കി. വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന, അല്ലാഹു നിങ്ങൾക്ക് ഇറക്കി കൊടുത്തിട്ടില്ലാത്ത ഒന്നിനെ തൊട്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതും അള്ളാഹു നിഷിദ്ധമാക്കി. ഇതൊക്കെ റബ്ബ് നിഷിദ്ധമാക്കിയ കാര്യമാണ്. എന്നിട്ട് അത് അവസാനിപ്പിക്കുന്നത്, ആയത്ത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, എന്റെ പേരിൽ നിങ്ങൾ അറിയാത്തത് പറയുന്നതും റബ്ബ് നിഷിദ്ധമാക്കിയതാണ്, അല്ലേ? അല്ല പറയാത്തൊരു സംഗതി ദീനിന്റെ പേരിൽ, റബ്ബിന്റെ പേരിൽ പടച്ചുവിടുന്നത് നിഷിദ്ധമായ ഒരു സംഗതിയാണ്. ഇതാണ് ആ ഹദീസിനോട് ചേർത്ത് വെക്കാനുള്ളത്. ഒന്നാമത് എതിർത്ത സംഗതി ഖീല വഖാല, കണ്ടതും കേട്ടതും ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് ഗുരുതരമായ തെറ്റാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കുക, എന്നിൽ അങ്ങനെ ഒരു ദുസ്വഭാവം ഉണ്ടോ? ആളുകളെ കണ്ടാൽ ഞാൻ അങ്ങനെ നാവിന് ലൈസൻസ് ഇല്ലാതെ എല്ലാം പറയുന്ന സംസാരിക്കുന്ന ഒരാളാണോ? അപ്പൊ അത്യാവശ്യമുള്ളത് സംസാരിച്ചാൽ മതി, ആവശ്യമുണ്ടെങ്കിൽ സംസാരിച്ചാൽ മതി. അനാവശ്യമായത് എന്തായാലും നമ്മുടെ സംസാരത്തിൽ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സംഗതിയിൽ എന്താ പറയുക? ഇളാഅത്തുൽ മാൽ, സമ്പത്ത് അനാവശ്യമായി ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ ധൂർത്താണ്. ധൂർത്ത് ഇന്ന് ഏതൊക്കെ മേഖലയിലാണ് ധൂർത്ത് കടന്നു വന്നിരിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇതിൽ പ്രധാനമായി നമ്മുടെയൊക്കെ മുമ്പിൽ പെട്ടെന്ന് തെളിഞ്ഞു വരുന്നത് വൈവാഹിക രംഗമൊക്കെ ആയിരിക്കും. വിവാഹ രംഗത്ത് കടന്നു വന്ന ധൂർത്തുകൾ അത് എവിടെ മുതലാ തുടങ്ങണേ അറിയോ? പെണ്ണ് കാണാൻ തുടങ്ങുന്നത് മുതൽ, അല്ലെ? ഒരു വധുവിനെ വരൻ അന്വേഷിക്കുന്നത് മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ധൂർത്തുകൾ ഇങ്ങനെ കൂടി കൂടി വരുന്നത് നമ്മൾ കാണില്ലേ? ഇഷ്ടം പോലെ, അല്ലെ? ഈ അടുത്ത് കണ്ടൊരു വീഡിയോയിൽ മിഠായി ഇറക്കി കൊടുത്തത് ഇങ്ങനെ ഒരു ബുൾഡോസർ, JCB-യിലാണ് മിഠായി ഇറക്കി കൊടുക്കുന്നത്. ആലോചിച്ച് നോക്കി. അപ്പോ അവിടെ മുതൽ അങ്ങനെ ഇങ്ങനെ നോക്കിയാൽ, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യം, നമുക്കെല്ലാം അതിനെപ്പറ്റി കൃത്യമായ ധാരണ എവിടെയൊക്കെയാണുള്ളത്. ഒരു ചോറ് അധികം വെച്ചു കൊടുത്തത്, അല്ലെ? വെറും ചോറ്, മറ്റേ സാധാ കൊളസ്ട്രോൾ ഉള്ള ഒരാൾക്ക് ആ ഫുഡ് പറ്റാത്തവർക്ക് മറ്റൊരു ഫുഡ്, ഇന്നത് പറ്റാത്ത ഒരാൾക്ക് മറ്റൊരു ഓപ്ഷൻ വെച്ചുകൊടുത്ത്, കാലാനുസൃതമായി ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. നിരന്ന്, അല്ലെ? ഇങ്ങനെ കൊടുത്തിരുന്നത് പണ്ട് ഇങ്ങനെ കൊട്ടി വിളമ്പിയത് അത് ചിലപ്പോ സ്ക്വയറിൽ വിളമ്പുന്നുണ്ടാവും. അപ്പൊ കാലാനുസൃതമായ മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാം, എല്ലാത്തിനെയും അടച്ചാക്ഷേപിക്കല്ല. പക്ഷെ ധൂർത്ത് വന്ന പല മേഖലകളും ഇല്ലേ? അതാലോചിച്ച് നോക്കി. അത് ഭക്ഷണത്തിലുണ്ട്, അത് വസ്ത്രത്തിലുണ്ട്, അല്ലേ? അത് ദിവസം കല്യാണം നടക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തിലുണ്ട്, സമയത്തിലുണ്ട്, അല്ലേ? ഓരോ സമയം കൊടുത്തിക്കാണ്. പ്രൈം ഗസ്റ്റുകൾക്ക് വരാൻ ഒരു സമയം, ബാക്കിയുള്ളവർക്ക് വരാനൊരു സമയം, കുടുംബക്കാർക്ക് ഒരു ദിവസത്തെ കല്യാണം, ഇങ്ങനെയൊക്കെ കല്യാണത്തിന്റെ ദിവസം എണ്ണം കൂടിയില്ലേ? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? ഏറ്റവും ഹൈറായിട്ടുള്ള നിക്കാഹ് ഐസറുഹ,
ഖൈറുൻ നിക്കാഹി ഐസറുഹ, ഏറ്റവും ലളിതമായി നടക്കുന്ന നിക്കാഹുകളാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. ഖൈറുള്ളത്, റബ്ബിന്റെ ബർക്കത്ത് അതിനാണെന്നുള്ളതാണ് അല്ലേ. ഔലിം ബിശാത്തി, ഒരു കല്യാണം കഴിഞ്ഞ സ്വഹാബി നബി എന്താണ് എനിക്കൊരു മാറ്റം വസ്ത്രത്തിലും അല്ലെ അത്തറിലൊക്കെ മാറ്റം കണ്ടപ്പോ അദ്ദേഹത്തോട് ചോദിക്കണേ, എന്താണ് നിനക്കൊരു മാറ്റം ഉണ്ടല്ലോ. അപ്പോഴാണ് ആ സ്വഹാബി പറയുന്നത്, നബി എന്റെ കല്യാണം കഴിഞ്ഞു, നബി എന്റെ കല്യാണം കഴിഞ്ഞു. അറിഞ്ഞില്ല. അപ്പൊ നബി പറയണേ, കല്യാണം അത് നീ പരസ്യപ്പെടുത്തണം കേട്ടോ, അല്ലെങ്കിൽ നിന്റെ പിന്നിൽ ഇങ്ങനെ ഒരാളെ കൊണ്ടുപോകുമ്പോ നിന്റെ കൂടെ ഒരു പെണ്ണിനെ കാണുമ്പോ ആളുകൾക്ക് എന്താവും, സംശയാവും, ഇതെന്താ എന്റെ കൂടെ ഇങ്ങനെ. അതില്ലാതിരിക്കാൻ നീ കല്യാണം കഴിഞ്ഞാൽ അത് പരസ്യപ്പെടുത്തണം. മാത്രമല്ല ഒരു മര്യാദ പഠിപ്പിക്കണം. ഔലിം ബിശാത്തി, ഒരാടിനെങ്കിലും അറക്കണം അല്ലെ. പച്ച ലളിതാക്കിയിട്ട് ഒന്നും കൊടുക്കാതിരിക്കണം എന്നല്ല പറഞ്ഞത്, പച്ച ലളിതാക്കിയിട്ടല്ലേ കട്ടൻ ചായ കൊടുക്കണം എന്നല്ല പറഞ്ഞത്. ഔലിം ബിശാത്തിന് ഹദീസിൽ അങ്ങനെ തന്നെയാണ്. ഒരാടിനെങ്കിലും അറുത്തിട്ട് എല്ലാവരും വിളിക്കണം എന്നൊന്നുമില്ല, പക്ഷെ കുറച്ച് ആളുകൾ അറിയണം. ഔലിം ബിശാത്തി, നീ ഒരാടിനെങ്കിലും അറുത്തിട്ട് അല്ലേ. നബി ഈ കാരക്ക കൊടുക്കണം നബിക്ക് പറയാം. ഐസറുൻ നിക്കാഹ് പഠിപ്പിച്ച നബിക്ക് തന്നെ അവിടെ പറഞ്ഞു കൊടുക്കായിരുന്നു, കുറച്ച് കാരക്കനെ വിതരണം ചെയ്തതാണ്. അല്ല, ഭക്ഷണം കൊടുക്കാൻ തന്നെ പറഞ്ഞത്. ഔലിം ബിശാത്തി, ഒരാടിനെങ്കിലും അറുത്ത് ആളുകൾക്ക് അറിയിക്ക് അല്ലെ, ആളുകൾക്ക് വിവാഹ സൽക്കാരം കൊടുക്ക് എന്നൊരു മര്യാദ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ അതൊന്നും ദൂർത്തല്ല. നമ്മളൊരു ആടിനർത്താൽ ഒരു പോത്തിനർത്ത് ബിരിയാണി പാകം ചെയ്യല്ല, കുറച്ച് ആളുകളെ വിളിക്കുക ഇല്ല. എന്റെ കഴിവിൽ ഒതുങ്ങുന്നത്, എന്റെ അയൽവാസി 3000 ആളുകളെ വിളിച്ച് 2 ദിവസത്തെ കല്യാണം നടത്തിയത്, അതിനേക്കാൾ എങ്ങനെ ഞാൻ കുറയ്ക്കുക? എനിക്കുള്ള കഴിവില്ല, ത്വാക്കത്തില്ല, അതിനുള്ള ഒരു വകുപ്പ് പഠിച്ചു നൽകിയിട്ടില്ല. അപ്പൊ ഞാൻ അവിടെ കാട്ടിക്കൂട്ടുന്നത് ധൂർത്താണ്. അത് കുറച്ചൊക്കെ വ്യക്തികൾക്കനുസരിച്ച് ഇരിക്കൂട്ടോ അല്ലെ, ആളുകൾക്കനുസരിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. എനിക്ക് മനസ്സിലാവും ഞാൻ അത് കാട്ടിക്കൂട്ടുന്നത് ധൂർത്താണോ അല്ലേ എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ ആലോചിച്ച് നോക്കുക. അത് വിവാഹ രംഗത്ത് മാത്രമല്ല, വസ്ത്രം, പിന്നെ മോഡലുകൾക്കനുസരിച്ച് നമ്മളിങ്ങനെ നമ്മുടെ പല എക്യുപ്മെന്റ്സുകൾ അല്ലെ, ഉപകരണങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. വീട് അല്ലെ, വീട്ടിലുണ്ട് കുറെ ആൾക്കാർക്ക് ഇങ്ങനെ കുറെ പരിപാടി. അതിലെ പിന്നെ ഗൃഹോപകരണങ്ങൾ പ്രത്യേകിച്ച് കേടൊന്നുമില്ലാതെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വാഹനങ്ങളിലുണ്ട്. ഓരോന്നിലും പ്രിയപ്പെട്ടവർ എവിടെയാണോ എനിക്കതുള്ളത് അത് ഒഴിവാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നിസാരമായ സംഗതിയിൽ വരെ അത് പിടിച്ചു എന്നറിയോ. ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വുളു, അറിയാലോ നമുക്ക് എല്ലാവർക്കും, വുളു ചെയ്യുന്ന സമയത്ത് സഅദ് റളിയല്ലാഹുവിനോട് ചോദിക്കാൻ, മാ ഹാദാ സർഫ് യാ സഅദ്, എന്തൊരു ദൂർത്താണ് സഅദ് ഇത്. അപ്പൊ അത്ഭുതപ്പെട്ടുകൊണ്ടാണ് സഅദ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുന്നത്, ഖാല അഫിൽ വുളൂഇ സറഫുൻ, വുളു എടുക്കുന്നതിലൊക്കെ ഇപ്പൊ ദൂർത്തുണ്ടോ റസൂലേ? ഖാല നഅം വഇൻ കുൻത അലാ നഹ്റിൻ ജാരി. എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. നീ ഒരു ഒഴുകുന്ന പുഴവക്കത്താണ് വുളു എടുക്കുന്നത് പോലും, ഈ പുഴയിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടല്ലോ നീ വിചാരിക്കരുത്. പ്രിയപ്പെട്ടവർ, നമ്മൾ പൈപ്പ് തുറക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇതിപ്പോ എന്താ മഴക്കാലാണല്ലോ, ഇഷ്ടം പോലെ വെള്ളം ഉണ്ടല്ലോ, തുറന്നങ്ങോട്ട് ഇടരുത്. അല്ല അല്ലേ, അങ്ങനെയല്ല. എനിക്കാവശ്യമുള്ളത് അതിന്റെ സ്പീഡ് കുറക്കാൻ, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ, എന്നിട്ട് കാലൊരക്കണ സമയത്ത് ആ പൈപ്പ് പൂട്ടി വെക്കാൻ എനിക്ക് പറ്റണം. കാലൊരക്കണ സമയത്ത് ആ പൈപ്പ് അങ്ങനെ തുറന്നിട്ടിട്ട് ഇങ്ങനെ അല്ലെ 1-2 ലിറ്റർ വെള്ളം അങ്ങനെ പോവുകയാണ്. വേറെ എവിടെയോ ആളുകൾക്ക് കിട്ടാത്ത, ദാഹിച്ച് വരി നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ 2 ലിറ്ററാണ് പോണത്. നമ്മൾ ആലോചിക്കുക, അങ്ങനെ എനിക്ക് എവിടെയാണോ എന്തൊക്കെയാണോ കുറക്കാൻ പറ്റുക, എന്റെ വീട്ടിൽ ഞാൻ വെറുതെ ഇടുന്ന ലൈറ്റുകൾ, ഞാൻ വെറുതെ ഇടുന്ന ഫാനുകൾ, പിന്നെ പൊതുസ്ഥാപനങ്ങൾ പ്രത്യേകിച്ചുട്ടോ അല്ലേ, ഇതൊക്കെ ഞാൻ ബില്ല് കൊടുക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കുറച്ചൊക്കെ ഒരു ശ്രദ്ധ ഉണ്ടാവും. അത് കൊടുക്കാത്ത സ്ഥലങ്ങളിലോ തീരെ ശ്രദ്ധയില്ല, ഫാനും ലൈറ്റും ഒക്കെ ഇട്ടേച്ച് പോകും. മുതലാളി കൊടുത്തോളൂല്ലോ. അങ്ങനെയല്ല, എന്റെ ആവശ്യം കഴിഞ്ഞാൽ ആ സ്വിച്ച് ഓഫ് ചെയ്യാൻ എനിക്ക് പറ്റണം. എന്റെ വീട്ടിലും ഞാൻ ശ്രദ്ധിക്കണം, ഞാൻ ഇടപെടുന്ന സ്ഥലങ്ങളും ശ്രദ്ധിക്കണം. ഇപ്പൊ പള്ളിയിലൊക്കെ പ്രത്യേകിച്ചു ചിലപ്പോ ചില സ്ഥലങ്ങൾ പള്ളി കമ്മിറ്റി അത് ഓഫ് ചെയ്ത് വെച്ചു അല്ലേ, അത് വേറെ വിഷയമാണ്. അതും ശരിയല്ല. കാരണം വരുന്ന ആളുകൾക്ക് അത് ചിലപ്പോ വേർത്തൊലിച്ച് വരുന്ന സ്വസ്ഥമായി നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ ആ സ്വിച്ച് ഓൺ ആവേണ്ടി വരും. ഓണാക്കിയ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓണാക്കിയ നമ്മളത് ഓഫ് ചെയ്യാനും മറക്കരുത്. ഇങ്ങനെ എവിടൊക്കെയാണോ ദൂർത്തില്ലാതെ അല്ലെ, ഞാൻ വെറുതെ എന്റെ ബൈക്ക് എടുത്തുകൊണ്ട് രസത്തിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങണം അല്ലെ. നമ്മൾ ആലോചിച്ചോക്ക, ചിലപ്പോ ചില സമയത്ത് ചിലപ്പോ നമ്മുടെ സ്വസ്ഥതക്ക് ആവശ്യം ഉണ്ടാവും. പക്ഷെ ഇത് ഏർപ്പാടാക്കിയ കുറെ ആൾക്കാരുണ്ട് വെറുതെ ഇങ്ങനെ പലതും. അവിടെ പെട്രോൾ ഞാൻ എന്റെ പിന്നെ ദൂർത്താക്കാണ്. സമയത്തെ കൊല്ല അല്ലെ, ടൈം പാസ്, സമയം പോണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ സംഗതികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്റെ സമയത്തെ നാളെ പടച്ചോൻ
ചോദിക്കുമ്പോ എന്റെ സമയത്തിൽ ഞാൻ ദൂർത്ത് കാണിക്കാൻ. അപ്പൊ ഒന്നിലും അമിതവ്യയം എന്നുള്ളത് ദീൻ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെ പാടേ എതിർത്തിട്ടുണ്ട്, നന്നായി എതിർത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പൊ ഒരിക്കലും ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും ഒരു മേഖലയിലും ദൂർത്ത് വരാതെ അത് നമ്മുടെ കുടുംബത്തിനും മക്കൾക്കൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അവരെ പഠിപ്പിച്ചു കൊടുക്കണം. മൂന്നാമത് ഈ ഹദീസിൽ എതിർത്ത സംഗതി എന്താണെന്നറിയോ? കസറത്തുസ് സുആൽ, ചോദ്യങ്ങളുടെ ആധിക്യമാണ്. ചോദ്യങ്ങളുടെ ആധിക്യം അത് നമ്മൾ സ്വതന്ത്രമായി ആലോചിക്കാം. എവിടൊക്കെയാണ് എനിക്കിങ്ങനെ അല്ലെ ഞാൻ അധികമായി ചോദ്യം ചോദിക്കുന്നത് എന്ന്. അതായത് അനാവശ്യമായ ചോദ്യം കേട്ടോ. ഒരു സംശയം തീരാനുള്ള ചോദ്യവും ഉപചോദ്യവും അല്ല. ഒരു സംശയം തീരാനുള്ള ചോദ്യം ഉപചോദ്യമല്ല. ആളെ മുഷിപ്പിക്കാനും ആളുകളെ വെറുപ്പിക്കാനും വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ആവർത്തിക്കുന്നവർ. അതുപോലെ തന്നെ ചില നിയമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ അല്ലേ. ബനൂ ഇസ്രായേലിന്റെ സ്വഭാവമാണെന്നാണ്. ബനൂ ഇസ്രായേലിന്റെ സ്വഭാവം അവരെ നശിപ്പിക്കാൻ കാരണം അവിടെ ചോദ്യങ്ങളുടെ ആധിക്യാണ്. ഒരു കാര്യം ആലോചിച്ചോളിയേ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നമാ ഹലക മൻ കാന ഖബ്ലകും ബിസുആലിഹിം ഇഖ്തിലാഫിഹിം അലാ അംബിയാഇഹിം. കണ്ടോ, രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഈ നിങ്ങളുടെ മുൻഗാമികളെ നശിപ്പിക്കാനുള്ള കാര്യം. അതിലൊന്ന് ബനൂ ഇസ്രായേലിനാണ്. അവരെ നശിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർ നശിക്കാൻ കാരണം ബിസുആലിഹിം, അവരുടെ ചോദ്യങ്ങളായിരുന്നു. അനാവശ്യമായ ചോദ്യങ്ങൾ. നിങ്ങൾ ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു പശുക്കുട്ടിനെ അറക്കണം എന്ന് പറഞ്ഞപ്പോ എങ്ങനത്തെ പശുവാണ്, ഏത് പശു, ഏത് ഇനമാണ്, തടിച്ചതാ മെലിഞ്ഞതാ, ഏത് കളറാണ്, ഇങ്ങനെ തുടങ്ങിയതിന്റെ പിന്നാലെ കൂടിയത് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെയാണ് മഞ്ഞ നിറത്തിലെ പശുവിനെ എന്ന് പറഞ്ഞാണ്ട് പറഞ്ഞു കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അനാവശ്യമായ ചോദ്യങ്ങൾ, ആവശ്യമായ ചോദ്യങ്ങളെ പറ്റിയല്ല പറഞ്ഞത്. ഇപ്പൊ നമ്മൾ എവിടെയാണെങ്കിലും ഇത് ശ്രദ്ധിക്കണം. അനാവശ്യമായ അധികരിക്കുന്ന ചോദ്യങ്ങൾ അത് മുൻഗാമികളെ നശിപ്പിക്കാൻ വരെ കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ വഖ്തിലാഫിയും അലാ അംബിയാഇഹിം, പ്രവാചകന്മാരോടുള്ള ഇഖ്തിലാഫുകൾ അല്ലേ. ഫഇദാ നഹൈതുകും അൻ ശൈഇൻ ഫജ്തനിബൂഹു, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പ്രവാചകന്മാർ ദീൻ ഒരു കാര്യം പറഞ്ഞാൽ, ഫഇദാ നഹൈതുകും, നിങ്ങൾക്കത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാൽ, അൻ ശൈഇൻ ഫജ്തനിബൂഹു, ആ കാര്യത്തെ തൊട്ട് നിങ്ങൾ മാറി നിൽക്കണം. അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ എന്താപ്പത് ചെയ്താൽ, എന്താപ്പത് ചെയ്യണ്ടെന്ന് പറയാൻ കാരണം, എന്നാലും ഇത് ഹറാമാക്കല്ല, ഇങ്ങനെ അതിന്റെ പിന്നാലെ കൂടിയിട്ട് പോകരുത്. ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യരുത്, ചെയ്യാതിരിക്കുക, മാറി നിൽക്കുക. ഫഇദാ അമർതുകും ബിഅംരിൻ, ഒരു കാര്യം ചെയ്യണമെന്ന് നിങ്ങളോട് കൽപ്പിച്ചാലോ, ഫഅതു മിൻഹു മസ്തതഅതും, നിങ്ങൾക്ക് കഴിയുന്നത് പോലെ അത് നിറവേറ്റുക. അപ്പൊ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഹറാമായിട്ടുള്ള ഒരു സംഗതി, മക്റൂഹായിട്ടുള്ള ഒരു സംഗതി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതിന് മാറി നിൽക്കുക. എന്താ അതങ്ങനെ, അതിനെപ്പറ്റി കൂടുതൽ വിശകലനം നടത്താനും കൂടുതലായിട്ട് അതിന്റെ പിന്നാലെ ഇങ്ങനെ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ അതിന്റെ പിന്നാലെ ചീഞ്ഞുകൂടണ്ട, അതിന്റെ പിന്നാലെ ചീഞ്ഞുകൂടാൻ നിൽക്കണ്ട. ഇനി ഒരു കാര്യം നിങ്ങൾ ചെയ്യണമെന്ന് ദീനിന്റെ കൽപ്പനയുണ്ടായാൽ നിങ്ങൾക്ക് സാധിക്കുന്ന പ്രകാരം അത് ചെയ്ത് നിറവേറ്റുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, മൂന്ന് സ്വഭാവങ്ങളാണ് ഈ ഹദീസിൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചത്. അതിലൊന്ന് ധൂർത്താണ്, മറ്റൊന്ന് ഈ അധികരിക്കുന്ന ചോദ്യങ്ങളാണ്. ആദ്യമായി നമ്മൾ പറഞ്ഞത് കണ്ടതും കേട്ടതും പറഞ്ഞു നടക്കുക എന്നുള്ളതാണ്. ഈ മൂന്ന് ദുസ്വഭാവങ്ങൾ ഏതെങ്കിലുമൊക്കെ നമ്മളിൽ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ദുസ്വഭാവങ്ങളായി എണ്ണിയതാണ് എന്ന് നമ്മൾ ഓർക്കുക. അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നന്മ ചെയ്ത് മുന്നേറാനും നല്ലത് പ്രവർത്തിച്ച് ജീവിക്കാനും കഴിയുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. إن الحمد لله حمدا كثيرا طيبا مباركا فيه الصلاة والسلام على رسوله الأنبياء والمرسلين وعلى من اتبعهم بإحسان إلى يوم الدين. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ മൂന്ന് വിഭാഗക്കാരെ പറ്റി നമ്മൾ എണ്ണി പറഞ്ഞു. അതല്ലാത്തതും മറ്റു പല ഹദീസുകളിലൊക്കെ കാണുന്ന ദുർഗുണങ്ങളും ദുസ്വഭാവങ്ങളും ഒക്കെ ഏറെയുണ്ട്, നമുക്കറിയാം. കൂടുതലായി വിശദീകരിക്കുന്നില്ല. ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സംഗതി കൂടെ. ഇതിലൊന്ന് അഹങ്കാരമാണ്.
അഹങ്കാരം. ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ കിബ്രി. ഹൃദയത്തിൽ ഒരു അണുമണി തൂക്കം അഹങ്കാരമുണ്ടെങ്കിൽ അവരൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് പറഞ്ഞു. ഓക്കെ, സ്വർഗം നിഷിദ്ധമാക്കുന്ന ദുസ്വഭാവമായിട്ട് പഠിപ്പിച്ചതാണ് അഹങ്കാരം എന്നുള്ളത്. റസൂല് പിന്നെ അഹങ്കാരത്തെ നിർവചിച്ചത് ഇങ്ങനെയാണ്: അൽ കിബ്റു ബത്റുൽ ഹഖ് വഗംതുൻ നാസ്. സത്യത്തെ നിരാകരിക്കലും ആളുകളെ ചെറുതായി കാണലും. സത്യത്തെ മൂപ്പർ അംഗീകരിക്കൂല, സത്യം ഇതാണെന്ന് പറഞ്ഞ് അംഗീകരിക്കൂല. ആളുകൾ മുഴുവൻ പുച്ഛമാണ്, ബാക്കിയുള്ളവരൊക്കെ മൂപ്പരെ താഴെ, അദ്ദേഹം ബാക്കിയുള്ളവരുടെ മുകളിൽ. ഇതാണ് അഹങ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ ജനങ്ങളെ ഒരു പിന്നെ നന്മ കണ്ടാലും പോസിറ്റീവ് കണ്ടാലും അംഗീകരിക്കൂല. അതൊക്കെ ചെറുതായിട്ട് കളിയാക്കി പരിഹസിച്ച് നടക്കുന്ന കുറെ ആളുകൾ, ഞാനാണ് വലുത് എന്ന് വിചാരിച്ച് നടക്കുന്ന കുറെ ആളുകൾ. പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ ദുസ്വഭാവം നമ്മളെ സ്വർഗത്തിൽ നിന്ന് അകറ്റുമെന്ന് അഹങ്കാരമായിട്ടാണ് അതിനെ ഗണിച്ചിട്ടുള്ളത്, എണ്ണിയിട്ടുള്ളത്. അപ്പൊ നമ്മളിൽ ഇതൊന്നും നമുക്ക് അറിയൂല കേട്ടോ, എപ്പോഴാണ് ഇത് വളരാന്ന് അറിയൂല. ചിലപ്പോ ഇങ്ങനെ അല്ലെ നമ്മളെ പിന്നെ ഓരോ ജീവിതത്തിന്റെ ഘട്ടങ്ങളിലാണ് ഇത് വന്നു പോവുക. പണ്ട് എനിക്കത് ഉണ്ടാവില്ല. പ്രായം ചിലപ്പോ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോ അല്ലെ എന്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ് ഒരു നല്ല നിലയിൽ എത്തുമ്പോഴൊക്കെയാണ് ചിലപ്പോ നമ്മൾ അറിയാതെ അഹങ്കാരം എന്ന ദുസ്വഭാവം വന്നു ചേരുക. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സ്വഭാവത്തെ നമ്മൾ അനലൈസ് ചെയ്യണം. നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട മിത്രങ്ങളോടൊക്കെ നമ്മൾ ചോദിക്കണം, അല്ലെ വല്ല മാറ്റങ്ങളുണ്ടോ പഴയ പോലെ. അപ്പൊ അവരിങ്ങനെ പറഞ്ഞു തരികയാണെങ്കിൽ അല്ലെ അത് ഹൈറല്ലേ, നമുക്ക് തിരുത്താലോ. അങ്ങനത്തെ ദുസ്വഭാവങ്ങളെ തിരുത്തണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ നാവ് കൊണ്ട് ഉപദ്രവിക്കുന്ന ആളുകൾ അല്ലെ, ആരാണ് മുഫ്ലിസ് എന്നുള്ളത് റസൂൽ ഒരിക്കൽ സഹാബത്തിനോട് ചോദിക്കാം, മുഫ്ലിസ് ആരാണ്? അപ്പൊ ഇങ്ങനെ കുറെ ദുർഗുണങ്ങൾ എണ്ണുന്ന ഒരു ഹദീസ് ഉണ്ട് അല്ലെ. ആളുകൾ ഉപദ്രവിച്ച്, രക്തം ചിന്തി, പ്രയാസപ്പെടുത്തി, നാവ് കൊണ്ട് ഉപദ്രവിച്ച്, എല്ലാ തരത്തിലും വെറുപ്പിച്ച ആള് മൂപ്പര് പരലോകത്തെത്തുമ്പോ ഇദ്ദേഹത്തിന്റെ ആ ഉപദ്രവിച്ച ആളുകളുടെ ഒക്കെ നന്മകൾ പിന്നെ ഇദ്ദേഹത്തിന്റെ നന്മകൾ ആ ഉപദ്രവിച്ചവർക്ക് കൊടുക്കുകയും എന്നിട്ടും ബാക്കിയാണെങ്കിൽ അവരുടെ തിന്മകൾ ഇദ്ദേഹത്തിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്യാം. അവസാനം ഞാനങ്ങോട്ട് പാപ്പരായി പോകും. അവരാണ് മുഫ്ലിസ്, അവരാണ് മുഫ്ലിസ്, പാപ്പരായി പോയവർ. അല്ലാതെ ഇവിടെ ദുനിയാവിൽ ദീനാറും ദിർഹമും പൈസ ഇല്ലാത്തവനല്ല, നന്മകൾ ഒരുപാട് ചെയ്തവനാണ്. പക്ഷെ അവന്റെ കുറ്റങ്ങൾ കൊണ്ട് അല്ലെ, അവന്റെ ദുസ്വഭാവങ്ങൾ കൊണ്ട് നാളെ പരലോകത്ത് സീറോ ബാലൻസിലേക്ക് എത്തും, ചിലപ്പോൾ മൈനസിലേക്കും പോകും. അവനാണ് മുഫ്ലിസ്, അവനാണ് പാപ്പരായവനെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് നാവ് എന്നുള്ളത് അപകടകാരിയായ ഒന്നാണ്. ഗീബത്തും നമീമത്തും ഏഷണിയും അല്ലെ, പരദൂഷണം, വിദ്വേഷം, കള്ളസാക്ഷ്യം, കള്ളത്തരം, പൊങ്കച്ചം, അഹങ്കാരം, ഇഷ്ടംപോലെ ദുർഗുണങ്ങളുടെ കലവറയാണ് നമ്മുടെ നാവ് എന്ന് പറഞ്ഞാൽ. ശ്രദ്ധിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കും, സ്വർഗം വരെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് റസൂല് ഇതിനെ നന്നായി ഉപയോഗിക്കാമെന്ന് എനിക്ക് ഉറപ്പ് നൽകിയാൽ അളുമനുലഹുൽ ജന്ന, അവന് ഞാൻ സ്വർഗം വാഗ്ദാനം ചെയ്യാം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ എണ്ണി പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങൾ, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ഈ ദുർഗുണങ്ങൾ, ദുസ്വഭാവങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റണം. ഇതൊക്കെ മാറി നിൽക്കുന്നതോടൊപ്പം നന്മയിൽ മുന്നേറുക, ഇങ്ങനത്തെ കാണുന്ന തെറ്റുകളെ തിരുത്തുക എന്നുള്ളത് കൂടെ നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ മഴയുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, ആളുകൾ അതിനെതിരെ സംസാരിക്കുമ്പോൾ അവരെ തിരുത്തുക, കേട്ടു നിൽക്കുക എന്നുള്ളതല്ല, തിരുത്തുക. അഹങ്കാരത്തിന്റെ വർത്താനം കേൾക്കുമ്പോൾ എടാ വേണ്ട എന്ന് പറയാ അല്ലെ, അതൊരു വിശ്വാസിയുടെ ഗുണമാണ്. തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ അല്ലേ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? കുറെ ഖുത്ബകൾ നമ്മൾ കേട്ടു. ഇന്നലെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കാൻ എല്ലാ സർക്കാർ ഓഫീസുകളിലും നാടുകളിലും ക്ലബ്ബുകളിലും ഒക്കെ ആയിട്ട് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും അതിനെതിരെ ലഹരി കുട്ടികളൊക്കെ ലഹരി വിരുദ്ധ റാലിയും ഒക്കെ ഇങ്ങനെ നടക്കുമ്പോ നമ്മുടെ സുഹൃത്തുക്കളിലൊക്കെ ഇങ്ങനത്തെ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താനെങ്കിലും, അതിലൊരു തെറ്റാണ്, തെറ്റിക്കോട്ടെ, നമുക്കൊരു തിന്മയെ തിരുത്തി എന്നുള്ള സമാധാനത്തിലൂടെ ഈ മണ്ണ് വിട്ടു പോകാനും സന്തോഷത്തോടെ അള്ളാഹിനോട് കണ്ടുമുട്ടാനും കഴിയുന്നുള്ളതാണ്. അതാണ് വിശ്വാസത്തിന്റെ ലക്ഷണം, വിശ്വാസിയുടെ ഗുണം എന്ന് പറഞ്ഞാൽ. മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി ഫഇൻ ലം യസ്തതി' ഫബിലിസാനി ഫഇൻ ലം യസ്തതി' ഫബിഖൽബിഹി വദാലിക അദ്അഫുൽ ഈമാൻ. ഒരു തെറ്റിനെ കണ്ടാൽ കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അതല്ല നാവ് കൊണ്ടാണെങ്കിൽ അങ്ങനെ, ഹൃദയം കൊണ്ട് വെറുക്കാനാണെങ്കിൽ അങ്ങനെ, അതല്ല അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന മോട്ടിവേറ്റ് ചെയ്യുന്ന നമ്മുടെ മൗനം സമ്മതം മൂളുന്ന ഒരവസ്ഥ നാടിനോ നാട്ടുകാർക്കോ കുടുംബത്തിലോ ബന്ധങ്ങൾക്കോ മക്കൾക്കോ
നമ്മുടെ സഹോദരങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ എവിടെയും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോലും ഒരു മൗനത്തിന്റെ സപ്പോർട്ട് പോലും ലഹരിക്കുണ്ടാകരുതേ എന്ന് നമ്മൾ ഓർക്കാനും പ്രതിജ്ഞയെടുക്കാനും ഒരു മുസ്ലിം എന്ന നിലയിൽ അതിനുവേണ്ടി നിലകൊള്ളാനും കഴിയണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിൽ നന്മകൾ ചെയ്തു തിന്മകളെ വിഭാടനം ചെയ്തു തിന്മകളിൽ നിന്ന് മാറി നിന്നുമൊക്കെ നമ്മൾ മുന്നേറുക, അള്ളാഹുവിന്റെ ഇഷ്ടം വാങ്ങാൻ പരിശ്രമിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖ് വൽ അഅമാലി വൽ അഹ്വാ, ദുർഗുണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് റബ്ബിന്റെ ഇഷ്ടം നേടുന്ന സത്യവിശ്വാസികളാവാൻ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥാ, അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ സകല തെറ്റുകുറ്റങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ പുറത്ത് പരിഹരിച്ച് മാപ്പാക്കി നൽകണേ തമ്പുരാൻ. കൂടുതൽ കൂടുതൽ നന്മ ചെയ്യാനും പരമാവധി തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും മക്കൾക്കും ഒക്കെ നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാൻ. നാളെ ഒരു വിഭാഗം സ്വർഗത്തിലേക്കും ഒരു വിഭാഗം നരകത്തിലേക്കും പോകുമ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെയെല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാൻ. അല്ലാഹുവേ, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ നാഥ. സന്തോഷങ്ങളുടെ സ്വർഗീയ സുഖാനുഭൂതിയിൽ ഞങ്ങളെ സകുടുംബം സമ്മേളിപ്പിക്കണമേ തമ്പുരാൻ. അല്ലാഹുവേ, പാപങ്ങളാണ് ഞങ്ങൾക്ക് നീ ശക്തി പകരണമേ. പാപികളാണ് റബ്ബേ, ഞങ്ങളുടെ പാപം പൊറുക്കണമേ തമ്പുരാൻ. മുസ്ലിമായതിന്റെ പേരിൽ ലോകത്ത് കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകൾ, അവരുടെ പ്രയാസങ്ങൾക്ക് നീ അറുതി വരുത്തുകയും അവർക്ക് നീ ശക്തിയും ഖുവ്വത്തും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ തമ്പുരാനെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ അവർക്ക് നീ പരിപൂർണ രോഗശമനം ശിഫാഉൻ ആജില നൽകി നീ അനുഗ്രഹിക്കണമേ. കടം കൊണ്ടും സാമ്പത്തിക പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുടെ എല്ലാത്തരം ബുദ്ധിമുട്ടുകളും നീ നീക്കി കൊടുക്കുകയും പെട്ടെന്ന് ഉടൻ പരിഹാരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ തമ്പുരാൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا ووالدينا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين وبرحمتك يا أرحم الراحمين والحمد لله رب العالمين.